ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തോടെ ചെമ്പകം വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നായ ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോഴുള്ളത്. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും അത്ഭുതങ്ങളുടെയും സംഗമഭൂമിയാണ്. ഏകദേശം 1200 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഓണാട്ടുകരയുടെ ആത്മീയ കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. ഐതിഹ്യമനുസരിച്ച് ഒരിക്കൽ സമീപ പ്രദേശത്തെ ഒരു ഭഗവതി ക്ഷേത്രത്തിൽ അപമാനിതരായ നാട്ടുകാർ സ്വന്തം ഗ്രാമത്തിൽ ദേവീക്ഷേത്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അവർ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ അനുഗ്രഹം തേടി ഭജനമിരുന്നു. തുടർന്ന് ഒരു വയോധികയുടെ രൂപത്തിൽ ദേവി ചെട്ടികുളങ്ങരയിൽ എത്തിച്ചേർന്നുവെന്നാണ് വിശ്വാസം. പിന്നീട് ദേവി ദിവ്യപ്രകാശമായി അപ്രത്യക്ഷയായി. ആ സ്ഥാനത്താണ് ഇന്നത്തെ ക്ഷേത്രം ഉയർന്നത്. ശ്രീ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഭക്തർ അമ്മയെ സർവശക്തി സ്വരൂപിണിയായ ജഗദംബയായി ആരാധിക്കുന്നു. ജീവിതത്തിലെ കഷ്ടതകൾ മാറാനും കുടുംബ സൗഖ്യവും സമൃദ്ധിയും ലഭിക്കാനും ആയിരക്കണക്കിന് ഭക്തരാണ് ദിവസവും ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കുംഭഭരണി മഹോത്സവമാണ്. ലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന ഈ ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം കെട്ടുകാഴ്ചയാണ്. നൂറുകണക്കിന് ആളുകളുടെ മാസങ്ങളായുള്ള പരിശ്രമത്തിലൂടെയാണ് ഇത് നിർമ്മിക്കുന്നത്. അതോ ഭീമാകാരമായ കുതിരകളും തേരുകളും ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ച ലോക പ്രശസ്തമാണ്. കുംഭഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന മറ്റൊരു പ്രധാന വഴിപാടാണ് കുത്തിയോട്ടം. ഭക്തിയുടെ പ്രതീകമായി ആചരിക്കുന്ന ഈ അനുഷ്ഠാനത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ക്ഷേത്ര പരിസരത്ത് ഗണപതി, നാഗരാജാവ്, നാഗയക്ഷി, യക്ഷി തുടങ്ങിയ നിരവധി ഉപദേവതാ സന്നിധികളും കാണാം. ക്ഷേത്രത്തിലെ ഓരോ കോണും ഭക്തിയുടെ അനുഭൂതി പകരുന്നതാണ്. ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് ദേവിയുടെ എഴുന്നള്ളിപ്പ്. ഗ്രാമങ്ങളിലൂടെ ദേവി സഞ്ചരിക്കുന്ന ഈ പാരമ്പര്യം ഭക്തർക്കിടയിൽ അതിയായ ഭക്തിയും ആവേശവും സൃഷ്ടിക്കുന്നു. കേരളത്തിൻ്റെ സംസ്കാരവും കലയും വിശ്വാസവും ഒരുമിച്ച് അനുഭവിക്കണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെട്ടികുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം സന്ദർശിക്കണം. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും അമ്മയുടെ അനുഗ്രഹം നിറഞ്ഞ മനസ്സോടെയാണ് മടങ്ങുന്നത്. ചെട്ടികുളങ്ങര അമ്മയുമായി ബന്ധപ്പെട്ട കൊഞ്ചും മാങ്ങാക്കറിയും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഐതിഹ്യം കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പലരും പല രീതിയിലാണ് കഥകൾ പറയുന്നത്. ഇത് ഭക്തർക്കിടയിൽ പ്രചാരത്തിലുള്ളൊരു വലിയ വിശ്വാസ കഥയുണ്ട്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഐതിഹ്യം എന്താണെന്ന് അറിയാവുന്നവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. എനിക്കും ഇതറിയാത്ത മറ്റുള്ളവർക്കും അത് വലിയൊരു പ്രയോജനമാകും. ഔദ്യോഗിക ക്ഷേത്ര ചരിത്രത്തിൽ പ്രധാന ഐതിഹ്യമായി വിശദീകരിക്കപ്പെടുന്നില്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇത് പ്രാദേശികമായി വ്യാപകമായി പറയപ്പെടുന്ന കഥയാണ്. നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾക്കറിയാവുന്ന ഐതിഹ്യവും കമൻറ്റിൽ പങ്കുവെക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെമ്പകം വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനിയും കേരളത്തിലെ മനോഹരമായ ക്ഷേത്രങ്ങളും യാത്രാവിശേഷങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം.